ഹൈ സ്റ്റുഡൻസ്, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലാണ്. ക്യാപ്പം WF ഷാർപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണത്. ഇതെന്താണ്? ഇറ്റ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് എക്സ്പെക്റ്റഡ് റിട്ടേൺ. എക്സ്പെക്റ്റഡ് റിട്ടേൺ അതുപോലെ തന്നെ സിസ്റ്റമാറ്റിക് റിസ്ക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മോഡലാണെന്ത്? ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ എന്നുള്ളത്. നമ്മളതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അസംഷൻസും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതിലുള്ള ക്വസ്റ്റ്യനാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻ തുടങ്ങാം. വാട്ട് ഈസ് ദ റിക്വയർഡ് റിട്ടേൺ ഓൺ ദി ഷെയർസ്? എത്രയാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്നുള്ളത്? ഇഫ് ദ റിട്ടേൺ ഓഫ് ദ മാർക്കറ്റ് ഈസ് 11%, മാർക്കറ്റ് റിട്ടേൺ 11% ആൻഡ് ദ റിസ്ക് ഫ്രീ റേറ്റ് ഈ 6%, റിസ്ക് ഫ്രീ റേറ്റ് 6% ആണെങ്കിൽ, ദെൻ റെസ്പെക്റ്റീവ് ബീറ്റ വാല്യൂ 0 ആവുമ്പോൾ, അതുപോലെ തന്നെ 0.5 ആവുമ്പോൾ, 1 ആവുമ്പോൾ ആൻഡ് 2 ആവുമ്പോൾ എത്രയൊക്കെയാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ വരുന്നതെന്നാണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, എന്താണ് എക്സ്പെക്റ്റഡ് റിട്ടേണിൻ്റെ ഇക്വേഷൻസ്? ആർ ഈക്വൽ ടു ഇങ്ങനെ RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF അല്ലേ? RM മൈനസ് RF. ഇവിടെ നമുക്ക് റിസ്ക് ഫ്രീ റേറ്റ് എത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? റിസ്ക് ഫ്രീ റേറ്റ് ഈസ് 6%. ദെൻ മാർക്കറ്റ് റിട്ടേൺ എത്രയാണ്? 11%. ഓക്കെ, ദെൻ ബീറ്റ 4 കണ്ടീഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബീറ്റ വാല്യൂ 5 ആവുമ്പോൾ 0.5 ആവുമ്പോൾ, 0 ആവുമ്പോൾ, 1 ആവുമ്പോൾ, 2 ആവുമ്പോൾ എത്രയൊക്കെയാണ് എന്താവുക? ഈ ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺ എത്രയൊക്കെ ആവുക എന്നുള്ളതാണ് നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് കാൽക്കുലേഷനിലേക്ക് കിടക്കാം. ദെൻ ഇക്വേഷൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈക്വൽ ടു RF പ്ലസ് ബീറ്റ ഇൻറ്റു RM മൈനസ് RF. ഓക്കെ, റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ബീറ്റ ഇൻറ്റു മാർക്കറ്റ് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് അല്ലേ? അതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ദെൻ നമ്മൾ ക്വസ്റ്റ്യനിൽ നേരത്തെ കണ്ടെത്തിയ റിസ്ക് ഫ്രീ റേറ്റ് എത്രയാണ്? 6%, മാർക്കറ്റ് റിട്ടേൺ 11%, ബീറ്റ വാല്യൂ 0.5, 0, 1, 2 അല്ലേ? ഓക്കെ, നമുക്കിനി നേരെ ആ ഇക്വേഷൻക്ക് അപ്ലൈ ചെയ്യാം. ദെൻ വെൻ ബീറ്റ ഈസ് 0 അല്ലേ? നമുക്കൊരു ബീറ്റ 0 ആകുമ്പോൾ, അതുപോലെ തന്നെ ബീറ്റ 1 ആകുമ്പോൾ, ബീറ്റ 0.5 ആകുമ്പോൾ, ബീറ്റ 2 ആകുമ്പോൾ എങ്ങനെയൊക്കെയാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ബീറ്റ ഈസ് ഈക്വൽ ടു 0. ഇക്വേഷന് അല്ലേ? റിസ്ക് ഫ്രീ റേറ്റ് എത്രയാണ്? 6 പ്ലസ് ബീറ്റ 0. ഓക്കെ, ദെൻ മാർക്കറ്റ് റിട്ടേൺ മൈനസ് റിസ്ക് ഫ്രീ റേറ്റ്. മാർക്കറ്റ് റിട്ടേൺ എത്രയാണ്? 11%. ദെൻ റിസ്ക് ഫ്രീ റേറ്റോ 6. 11 മൈനസ് 6. ഓക്കെ, അപ്പോൾ 6 പ്ലസ് 0. എങ്ങനെയാണ് ഇവിടെ 0 കിട്ടിയത്? 11 മൈനസ് 6 എത്ര? 5. 5 ഇൻറ്റു 0, 0. സോ എക്സ്പെക്റ്റഡ് റിട്ടേൺ ഈക്വൽ ടു 6. ദെൻ സെക്കൻഡ് കണ്ടീഷൻ, വെൻ ബീറ്റ ഈസ് 0.5 അല്ലേ? 0.5 ആകുമ്പോൾ എത്രയാണ് എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്നുള്ളത്? ദെൻ സെയിം ഇക്വേഷൻ തന്നെയാണ് ഫോളോ അല്ലേ? RF എത്രയാണ്? റിസ്ക് ഫ്രീ റേറ്റ് 6. ദെൻ ബീറ്റ 0.5 ഇൻറ്റു 11 മൈനസ് 6 ഇല്ലേ? 6 പ്ലസ് 5 ഇൻറ്റു 0.5, 5 ഇൻറ്റു 0.5 അല്ലേ? അതാണ് 2.5 കിട്ടുന്നത്, 2.5 കിട്ടുന്നത്. ഓക്കെ, 6 പ്ലസ് 2.5 ഈക്വൽ ടു 8.5. ഓക്കെ, സംശയം വേണ്ട.
നമുക്കിനി നോക്കാനുള്ളത് വെൻ ബീറ്റ ഈസ് 1, ബീറ്റ 1 ആകുമ്പോൾ നമ്മളെന്താ ഓൾറെഡി പഠിച്ചത്. ബീറ്റ വാല്യൂ 1 ആകുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? വെൻ ബീറ്റ ഈസ് ഈക്വൽ ടു 1 ന്യൂട്രൽ ഷെയർ അല്ലേ, ന്യൂട്രൽ അല്ലേ, സിമിലർ ചേഞ്ച്. ഓക്കെ, മാർക്കറ്റിലെ ആ മൂവ്മെൻറ്റിനനുസരിച്ചുള്ള മൂവ്മെൻ്റാണ് അതിനുള്ളത്, നമ്മളെ സ്റ്റോക്കിനുള്ളത്. എ ബീറ്റ ഓഫ് 1 ഇൻഡിക്കേറ്റ് ദാറ്റ് ദ സ്റ്റോക്ക് പ്രൈസ് മൂവ് ഇൻ ദ ലൈൻ വിത്ത് ദ മാർക്കറ്റ് അല്ലേ. മാർക്കറ്റിലുള്ള സിമിലർ മൂവ്മെൻറ്റിനനുസരിച്ചിട്ടാണ് എന്തുള്ളത്, നമ്മൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്. സോ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്തായിരിക്കും? മാർക്കറ്റ് റിട്ടേൺ തുല്യമാവും. 6 + 1 × 11 - 6. So 6 + 5 = 11. Okay. When beta is 2, beta 2 ആകുമ്പോൾ 6 + 2 × 11 - 6. So 6 + 10. 10 അങ്ങനെ കിട്ടിയത് 11 - 6 എത്ര? 5 അല്ലേ. 5 × 2 10. ഓക്കെ, 6 + 10 എത്ര? 16. ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കേണ്ടത്? ബീറ്റ വാല്യൂ 0 ആകുമ്പോൾ 6, ബീറ്റ വാല്യൂ 0.5 ആകുമ്പോൾ 8.5, ദെൻ ബീറ്റ 1 ആയപ്പോൾ 11, ദെൻ ബീറ്റ 2 ആയപ്പോഴോ 16. ഓക്കെ, ഒരു പോസിറ്റീവ് റിലേഷനാണ് ഇവിടെ കാണുന്നത്. ഒരു ലീനിയർ റിലേഷൻഷിപ്പാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ബീറ്റ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട്, സിസ്റ്റമാറ്റിക് റിസ്ക് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളെ റിട്ടേൺ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട് അല്ലേ. റിസ്ക് കൂടുന്നതിനനുസരിച്ചിട്ട് മോർ റിട്ടേൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, എക്സ്പെക്റ്റഡ് റിട്ടേൺ കൂടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അതിനെ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്നാണ് പറയും. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. അതിനെയാണ് എന്ത് പറയുന്നത്? സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ എന്നുള്ളത്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് CAP എന്ന്. ഓക്കെ, എന്താണ് അതിലുള്ളത്? ദ ലൈൻ ദാറ്റ് ഗീവ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് കോമ്പിനേഷൻ ഓഫ് അസറ്റ് ആക്റ്റീവ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്. ഓക്കെ, ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ആക്റ്റീവായിട്ടുള്ള ഒരു സ്റ്റോക്കിൻ്റെ സിസ്റ്റമാറ്റിക് റിസ്ക്കും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് റിട്ടേൺ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ലൈനെയാണ് എന്ത് പറയുന്നത്? സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദ റിട്ടേൺ ആൻഡ് സിസ്റ്റമാറ്റിക് റിസ്ക് അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഗ്രാഫിക്കൽ ലൈനാണ് എന്ത്? SML. ഓക്കെ, ആ സിസ്റ്റമാറ്റിക് റിസ്ക്, ആ ബീറ്റ വാല്യൂ, ബീറ്റയും അതുപോലെ തന്നെ ഈ ഒരു എക്സ്പെക്റ്റഡ് റിട്ടേണും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ഗ്രാഫിക്കൽ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യണതിനാണ് ഇത് പറഞ്ഞത് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, സിസ്റ്റമാറ്റിക് റിസ്ക് ആൻഡ് റിട്ടേൺ റിലേഷൻഷിപ്പ് ഈസ് പോസിറ്റീവ് ആൻഡ് ലീനിയർ. എന്താണ്? ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് അത് തമ്മിലുള്ളത്. എന്താണ്? റിസ്ക് കൂടുന്തോറും, സിസ്റ്റമാറ്റിക് റിസ്ക് കൂടുന്തോറും ആ റിട്ടേൺ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഹയർ റിസ്ക് ദ ഹയർ റിട്ടേൺ. ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനിലേക്ക് പോകാം. നമ്മളിപ്പോൾ കഴിഞ്ഞ ആ ഒരു പ്രോബ്ലം ബീറ്റ ഈസ് 0 ആയപ്പോൾ എത്രയായിരുന്നു റിട്ടേൺ? 6 അല്ലേ. ദെൻ ബീറ്റ 0.5 ആയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8.5 കിട്ടി. ദെൻ ബീറ്റ 1 ആയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 11 അല്ലേ. മാർക്കറ്റ് ആ റിട്ടേൺ ഈക്വൽ ആയില്ല. ദെൻ ബീറ്റ 2 ആയപ്പോൾ നമുക്ക് 16 കിട്ടി. ഓക്കെ, ബീറ്റ മോർ ദാൻ 1 ആകുമ്പോൾ എന്തുണ്ടാവും? അഗ്രസീവ് ആവും. ലെസ് ദാൻ 1 ആകുമ്പോൾ ഡിഫെൻസീവും. ഓക്കെ, റിട്ടേണും കുറയും, റിസ്ക്കും കുറയും. അപ്പോൾ റിസ്ക് കുറയുന്നതിനനുസരിച്ച് റിട്ടേൺ കുറയും, റിസ്ക് കൂടുന്നതിനനുസരിച്ച് ഹയസ്റ്റ് റിസ്ക് ഹയർ ദ റിട്ടേൺ. അതാണ് ഇതിൻ്റെ ആ ഒരു പോസിറ്റീവ് റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
ഇനി നമുക്ക് പറയാനുള്ളത് ആർബിട്രേജ് പ്രൈസിങ് മോഡൽ. എന്താണ് ആർബിട്രേജ് പ്രൈസിങ് മോഡൽ എന്നുള്ളത്? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കണം. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലിൻ്റെ പ്രോബ്ലംസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 1977 സ്റ്റീവൻ റോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ APM എന്ന് പറഞ്ഞ ആർബിട്രേജ് പ്രൈസിങ് മോഡൽ എന്നുള്ളത്. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ ലോങ്ങർ പ്രൊജക്റ്റിന് സ്യൂട്ടബിൾ അല്ല. മോർ ദാൻ 1 ഇയറിലുള്ള പ്രൊജക്റ്റിന് സ്യൂട്ടബിൾ അല്ലത്. പിന്നെ അതിന് പോരാത്തത് ഇതിൽ സിസ്റ്റമാറ്റിക് റിസ്ക് അല്ലെങ്കിൽ ബീറ്റ ഫാക്ടർ മാത്രമേ ഇതിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. മറ്റുള്ള ഇൻഡിപെൻഡൻറ്റ് ഫാക്ടേഴ്സ് ഒന്നും ഇതിൽ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, ഇറ്റ് ഈസ് ഡെവലപ്ഡ് ടു കൺസിഡർ വേരിയസ് നമ്പേഴ്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് മേ അഫക്റ്റ് ദ ഷെയർ പ്രൈസ്. ഷെയർ പ്രൈസിനെ ബാധിക്കുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മറ്റ് ഫാക്ടേഴ്സിനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ പരിഗണിക്കുന്നില്ല. എന്നാലോ ഈ ഒരു APM പരിഗണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഇൻഡിപെൻഡൻ്റ് പ്രൈസിങ്ങിനെ ബാധിക്കുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു APM ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദ എക്സ്പെക്റ്റഡ് റിട്ടേൺ യൂസിങ് APM കൺസിഡർ സച്ച് ഫാക്ടേഴ്സ് സച്ച് ആസ് ഇൻഫ്ലേഷൻസ്, ഇൻഫ്ലേഷൻ പോലുള്ള ടേം സ്ട്രക്ചറൽ ഇൻട്രസ്റ്റ് റേറ്റ്, ലോങ് ടൈം അതുപോലെ തന്നെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ്, റിസ്ക് പ്രീമിയം, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഇതുപോലുള്ള ഇൻഡിപെൻഡൻറ്റ് ഫാക്ടേഴ്സ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലിൽ പരിഗണിക്കണില്ല. എന്നാലോ APMൽ ആ ഒരു സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിങ്ങിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നുണ്ട്. നമ്മൾ KPMൽ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ സിസ്റ്റമാറ്റിക് റിസ്ക് മാത്രമേ പരിഗണിക്കണുള്ളൂ. ഓക്കെ, ഇത്തരത്തിലുള്ള ഇൻഫ്ലേഷന്, ടൈം സ്ട്രക്ചർ ഇൻട്രസ്റ്റ് റേറ്റ്, റിസ്ക് പ്രീമിയം, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ പോലുള്ള ഇൻഡിപെൻഡൻറ്റ് ഫാക്ടേഴ്സ് പരിഗണിക്കുന്നില്ല. അത്തരത്തിലുള്ള ഫാക്ടേഴ്സൊക്കെ ഈ ഒരു APMൽ ആർബിട്രേജ് പ്രൈസിങ് മോഡലിൽ പരിഗണിക്കുന്നുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ്ങിൻ്റെ ആ ഒരു നെഗറ്റീവ് വീക്ക്നെസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആർബിട്രേജ് പ്രൈസിങ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ.